നമുക്ക് ദില്ലിയിലേക്ക് പോകണം. അവിടെ JNUവിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായിരിക്കുന്നു. VC രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ക്യാമ്പസിനകത്തും പുറത്തും വൻ പോലീസ് സന്നാഹമുണ്ട്. വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. YS അഭിനന്ദാണ് ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി JNUവിൽ നിന്ന്. അഭിനന്ദ, കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള സംഘർഷം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള കയ്യേറ്റത്തിലേക്കൊക്കെ എത്തിയിരുന്നു, കല്ലേറിലേക്കൊക്കെ എത്തിയിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? വിനീത, പ്രതിവാര പോഡ്കാസ്റ്റ് പരിപാടിക്കിടെ സർവകലാശാല വൈസ് ചാൻസലർ ദളിത് വിരുദ്ധ പരാമർശം നടത്തിയത് ചൂണ്ടിക്കാട്ടി ആരംഭിച്ച പ്രതിഷേധം അത് കൂടുതൽ കടുക്കുകയാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ സർവകലാശാല യൂണിയന്റെ പ്രസിഡന്റ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൻ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ക്യാമ്പസിനകത്തും പുറത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന ക്യാമ്പസിന്റെ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. സർവകലാശാല വൈസ് ചാൻസലർ ഉടൻ തന്നെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അതിന്റെ പ്രതിഷേധത്തിന് അലയൊലികൾ നമ്മൾ കണ്ടതാണ്. പുലർച്ചെ, അതായത് 2 ദിവസം മുമ്പായിരുന്നു പുലർച്ചെ ABVP പ്രവർത്തകരും ഈ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന പന്തൽ അടിച്ചു തകർക്കുന്നു എന്നുള്ള ആരോപണമുണ്ടായിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ കണ്ടു. ഇന്നിപ്പോൾ വീണ്ടും പ്രതിഷേധവുമായി തിരിക്കുകയാണ്. ജാതീയമായിട്ടുള്ള അധിക്ഷേപമാണ് വൈസ് ചാൻസലർ നടത്തിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങേയറ്റം വിവാദപരമായ ഒരു പരാമർശം അത് JNU സർവകലാശാല പോലെയുള്ള ഒരു വലിയ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ഭാഗത്തും ഉണ്ടാകുമ്പോൾ അതിന് അങ്ങേയറ്റം പ്രതിഷേധമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മൾ കാണുന്നത് പോലെ വലിയ പോലീസ് സന്നാഹമാണ് ക്യാമ്പസിനകത്തും പുറത്തുമുള്ളത്. സർവകലാശാല യൂണിയന്റെ പ്രസിഡന്റിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിഷേധിച്ച് ഏതാണ്ട് 8ഓളം വിദ്യാർത്ഥികളെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത്. ആരോപണം പൂർണ്ണമായും തള്ളിക്കൊണ്ട് സർവകലാശാല വൈസ് ചാൻസലർ രംഗത്തെത്തിയിരുന്നു. ABVPയും ഇതുമായി ബന്ധപ്പെട്ട രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല കാര്യമെന്നും പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിൽ കടുപ്പിക്കുമെന്നും ഇടത് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, തീർച്ചയായും ഒരു പോഡ്കാസ്റ്റിനിടെ നടത്തിയ ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് VCക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത്. VC രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ വലിയ പ്രതിഷേധം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പ്രതിഷേധവും അതിന് പിന്നാലെ സംഘർഷവും ഒക്കെ ഉണ്ടായത് നമ്മൾ കാണുകയാണ്. YS അഭിനന്ദാണ് JNUവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.